ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ രസതന്ത്രം ചാപ്റ്റർ 4 വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റാണ് പഠിക്കുന്നത്. ആസ് ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സി ഹ്യൂജ് ബലൂൺസ് ഫ്ലൈയിങ് ഇൻ ദി എയർ ഇൻ സം ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്. ഡു യു ഫീൽ ലൈക്ക് റൈസിങ് അപ്പ് ആൻഡ് ഫ്ലൈയിങ് ഇൻ സച്ച് ബലൂൺസ്? ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബലൂണുകളിൽ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്ന കാഴ്ച ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണാം. ഇങ്ങനെ ബലൂണുകളിൽ ഒന്ന് പൊങ്ങി പറന്ന് നടക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദി റീസൺസ് വൈ ദീസ് ബലൂൺസ് റൈസിങ് അപ്പ് ഇൻ ദി എയർ ഫ്ലോട്ട് ആൻഡ് കം ഡൗൺ? നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഇവരെങ്ങനെയാണ് ഉയർന്നു പൊങ്ങുന്നത്, അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നത്, പിന്നെ എന്താണ് തിരിച്ച് താഴോട്ട് വരുന്നത്? ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം ബലൂണുകളിൽ ഹീലിയം വാതകമാണ് നിറച്ചിരിക്കുന്നത്. ഹീലിയം ഗ്യാസ് ഇസ് ഫിൽഡ് ഇൻ സച്ച് ബലൂൺസ്. വൈ ഡു ബലൂൺസ് ഫിൽഡ് വിത്ത് ഹീലിയം ഗ്യാസ് റൈസ് അപ്പ് ഇൻ ദി എയർ? എന്തുകൊണ്ടായിരിക്കും ഹീലിയം വാതകം നിറച്ച ബലൂണുകൾ വായുവിൽ ഉയരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഈസ് ദി ഡെൻസിറ്റി ഓഫ് ഹീലിയം ഗ്യാസ് ഫിൽഡ് ഇൻ ദീസ് ബലൂൺസ് ഗ്രേറ്റർ ഓർ ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് എയർ? ബലൂണിൽ നിറച്ചിരിക്കുന്ന ഹീലിയത്തിൻ്റെ സാന്ദ്രത സാധാരണ അന്തരീക്ഷ വായുവിനെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ? കുറവാണ് അല്ലേ, ലെസ്സാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബലൂണുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അല്ലെങ്കിൽ അവർ പറക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഹീലിയം ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ സാന്ദ്രത നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിനേക്കാളും സാന്ദ്രത കുറവാണ്. അപ്പോൾ ഹീലിയം ഈസ് ലെസ് ഡെൻസർ ദാൻ എയർ. ടാബുലേറ്റ് ദി സബ്സ്റ്റൻസ് അറൗണ്ട് us ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ അവയുടെ ഭൗതികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക. സോളിഡ്, നമുക്ക് ചുറ്റും എന്തൊക്കെ സോളിഡ് നമുക്ക് കാണാം? റോക്ക്, കല്ല്, മെറ്റൽസ് അല്ലേ, പിന്നെ പാത്രങ്ങൾ ഒക്കെ സോളിഡ് അല്ലേ. ഓക്കെ, ഇനി ലിക്വിഡ് എന്തൊക്കെ നമുക്ക് കാണാം? മിൽക്ക്, പാല്, വാട്ടർ, അത് ലിക്വിഡ് അല്ലേ. പിന്നെ ജ്യൂസ്, ഓയില്, ഹണി, തേന്, ഇതൊക്കെ എന്താണ്? ലിക്വിഡാണ്. ഇനി ഗ്യാസസ് എന്തൊക്കെയാണ് നമ്മൾ ചുറ്റും കാണാൻ സാധിക്കുന്നത്? വായു, അതായത് എയർ. ഇനി സ്റ്റീം, നീരാവി, ഇതൊക്കെ എന്താണ്? ഗ്യാസസ് ആണ്. ഡു യു നോ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്സ് ഹാസ് ദി ലീസ്റ്റ് ഡെൻസിറ്റി? ഇവയിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അവസ്ഥ ഏതാണ്? വാതകമാണ് അല്ലേ. വാതകത്തിനാണ് ഏറ്റവും ലീസ്റ്റ് ഡെൻസിറ്റി ഉള്ളത്. Find out the elements which exist in gaseous state at ordinary temperature 20 degrees Celsius to 25 degrees Celsius. Write them down here. സാധാരണ താപനിലയിൽ 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ വാതക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങൾ, എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ച് കണ്ടെത്തി എഴുതാനാണ്. ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ. ഹീലിയം ഉണ്ട്, ഹീലിയം. ഫ്ലൂറിൻ ഉണ്ട്, ഫ്ലൂറിൻ. ക്ലോറിൻ ഉണ്ട്, ക്ലോറിൻ. ക്രിപ്റ്റൺ ഉണ്ട്, ക്രിപ്റ്റൺ. സിനോൺ ഉണ്ട്, എക്സി. ഇവയൊക്കെ സാധാരണ താപനിലയായ 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ വാതകാവസ്ഥയിൽ ഗേഷ്യസ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങളാണ്, എലമെൻറ്റ്സ് ആണ്. ഫ്രം ദി ഫോളോയിങ് ടാബ്ലേറ്റ് ദി കോമ്പൗണ്ട്സ് വിച്ച് എക്സിറ്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. ചൂടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ, ഈ കോമ്പൗണ്ട്സിൽ നിന്ന് സാധാരണ താപനിലയിൽ വാതക അവസ്ഥയിലുള്ളവ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓർഡിനറി ടെമ്പറേച്ചർ നിലനിൽക്കുന്നതായിട്ടുള്ള കോമ്പൗണ്ട്സ് ഗേഷ്യസ് സ്റ്റേറ്റിൽ: കാർബൺ ഡയോക്സൈഡ്, അമോണിയ, അമോണിയം ക്ലോറൈഡ്, മീഥേൻ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. ഇവ ഇത്രയും സാധാരണ താപനിലയിൽ വാതക അവസ്ഥയിൽ നിൽക്കുന്നതാണ്, ഓർഡിനറി ടെമ്പറേച്ചറിൽ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ്. ഇനി ഈ സോഡിയം ക്ലോറൈഡ് അതുപോലെ ഗ്ലൂക്കോസ് എന്നിവ ഖരാവസ്ഥയിൽ നിൽക്കുന്നതാണ്, സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നവയാണ്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ലിക്വിഡ് ഫോമിൽ ദ്രാവക രീതിയിൽ ഇരിക്കുന്നവയാണ് നൈട്രിക് ആസിഡ്.
അപ്പോൾ വിവിധ അവസ്ഥകളിൽ കണികാ ക്രമീകരണത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? യു ഹാവ് ലേൺഡ് അബൌട്ട് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. സോളിഡ്, ഖരത്തിൽ മോളിക്യൂൾസ് തന്മാത്രകളെല്ലാം ചേർന്ന് അടുത്തടുത്താണ് ഇരിക്കുന്നത് ഇതുപോലെ. ലിക്വിഡ്, ദ്രാവകത്തിൽ കുറച്ചും കൂടെ അവരെന്താണ് ഇച്ചിരി അകലമൊക്കെ ഇട്ട് അവർ ഇച്ചിരിയും കൂടെ സ്പേസ് ഒക്കെ ഉണ്ട് അവർ തന്മാത്രകൾ തമ്മിൽ. വാതകത്തിലാണെങ്കിൽ അവർ എന്താണ് നല്ല ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? നോക്കൂ, ഈ പിക്ചർ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കമ്പയർ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി മോളിക്യൂൾസ് ആൻഡ് ദെയർ എനർജി ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്സ് വിത്ത് ദോസ് ഇൻ ദി അതർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് റൈറ്റ് ഡൗൺ. വാതക അവസ്ഥയിൽ തന്മാത്രകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണ ബലം, അവയുടെ ചലന സ്വാതന്ത്ര്യം, തന്മാത്രകളുടെ ഊർജം എന്നിവ ദ്രവത്തിൻ്റെ മറ്റ് അവസ്ഥകളുമായി താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്മാത്രകൾ തമ്മിൽ അകലം എന്താണ്? വാതകത്തിൽ, ഗ്യാസിൽ വളരെ കൂടുതലാണ് അല്ലേ? ബാക്കി രണ്ടുപേരെ നോക്കുമ്പോൾ എന്താണ്? വാതകത്തിൽ വളരെ കൂടുതലാണ്. തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് എന്താണ്? വളരെ കുറവാണ്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്? വാതകത്തിൽ വളരെ കുറവാണ്. വെരി ലെസ്, വളരെ കുറവാണ്. വെരി ലെസ്സാണ്. ഇനി തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി മോളിക്യൂൾസ്. ബാക്കി രണ്ട് പേരെ വെച്ച് നോക്കുമ്പോൾ ഗ്യാസിൽ അല്ലെങ്കിൽ വാതകത്തിൽ നല്ല ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടെ ചലിക്കാൻ ആർക്ക് പറ്റും? ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസ് തന്മാത്ര, വാതക തന്മാത്രകൾക്ക് പറ്റും. അപ്പോൾ വളരെ കൂടുതലാണ്. വെരി ഹൈ, വെരി ഹൈ, വളരെ കൂടുതലാണ്. വെരി ഹൈ. ഇനി എനർജി ഓഫ് ദി മോളിക്യൂൾസ്, തന്മാത്രകളുടെ ഊർജം ഇവിടെ വളരെ വാതകത്തിൽ തന്മാത്രകളുടെ ഊർജം, എനർജി ഓഫ് ദി മോളിക്യൂൾസും വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ. Scientists have conducted numerous studies on the general properties of gases. വാതകങ്ങളിലെ, ഗ്യാസുകളിലെ പൊതു സ്വഭാവത്തെക്കുറിച്ച്, ജനറൽ പ്രോപ്പർട്ടീസിനെ പറ്റി ശാസ്ത്രജ്ഞർ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലർ തിയറി പ്രൊപ്പോസ്ഡ് ബൈ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആൻഡ് ലുഡ്വിഗ് ബോൾട്സ്മാൻ ടു എക്സ്പ്ലെയിൻ ദീസ് പ്രോപ്പർട്ടീസ്. ഇവ വിശദീകരിക്കാനായി ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ലുഡ്വിഗ് ബോൾട്സ്മാനും എന്നീ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ഗതിക തന്മാത്ര സിദ്ധാന്തം. എന്താണ്? കൈനറ്റിക് മോളിക്കുലർ തിയറി. ആരൊക്കെയാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ലുഡ്വിഗ് ബോൾട്സ്മാനും. അവയുടെ അടിസ്ഥാന തത്വങ്ങളാണ്, ജനറൽ പ്രോപ്പർട്ടീസ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ്, ഗ്യാസസ് ആർ മെയ്ഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. വാതകങ്ങൾ അഥവാ ഗ്യാസസ് സൂക്ഷ്മ കണികൾ കൊണ്ട് നിർമ്മിതമാണ്. മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ആറ്റംസ്, തന്മാത്രകൾ, മോളിക്യൂൾസ് ഒക്കെ കൊണ്ട് നിർമ്മിതമാണ്. ദി അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ഗേഷ്യസ് മോളിക്യൂൾസ് ഈസ് വെരി ലോ. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? വളരെ കുറവാണ്. ഈസ് വെരി ലോ. ആസ് ദി മോളിക്യൂൾസ് ആർ സോ ഫാർ അപ്പാർട്ട്, ദി വോളിയം ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ദി ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. തന്മാത്രകൾ തമ്മിൽ അകലം വളരെ കൂടുതലുള്ളതിനാൽ വാതകത്തിൻ്റെ ആകെ വ്യാപ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ ആകെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്യാസിൽ, നമ്മുടെ വാതകത്തിൽ തന്മാത്രകൾ തമ്മിൽ നല്ല അകലമുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ വാതകത്തിൻ്റെ ആകെ വ്യാപ്തിയുമായിട്ട് ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ, ഗേഷ്യസ് മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അടുത്ത പോയിന്റ്, ദി വോളിയം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ റെഡ്യൂസിങ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഗേഷ്യസ് മോളിക്യൂൾസ്. വാതക തന്മാത്രകൾക്കിടയിലുള്ള അകലം കുറച്ചു കൊണ്ടുവന്ന് വ്യാപ്തം കുറയ്ക്കുവാൻ കഴിയും.
ഗേഷ്യസ് മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം കുറച്ചുകൊണ്ട് നമുക്ക് അവയുടെ വോളിയം വ്യാപ്തം കുറയ്ക്കുവാൻ സാധിക്കും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഗേഷ്യസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. ഈ വാതക തന്മാത്രകൾ ഗേഷ്യസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എല്ലാ ദിശകളിലേക്കും നിരന്തരം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ആസ് എ റിസൾട്ട് ദി മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അതിൻ്റെ ഫലമായി ആസ് എ റിസൾട്ട് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു, അതുപോലെ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാളിൽ ഭിത്തിയുമായൊക്കെ കൂട്ടിമുട്ടലുകൾ സംഭവിക്കുന്നു. ദി ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദി കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ റിസൾട്ട്സ് ഇൻ ഗേഷ്യസ് പ്രഷർ. തന്മാത്രകൾ പാത്രത്തിൻ്റെ ഭിത്തിയിൽ ഇടിച്ചുണ്ടാകുന്ന ബലമാണ് വാതകമർദ്ദത്തിന് കാരണമാകുന്നത്. ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, വാതകത്തിലെ ഗ്യാസസിലെ തന്മാത്രകൾ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്ത് അടുത്തുള്ള തന്മാത്രകളിൽ ചെന്നിടിക്കുന്നുണ്ട്, ഈ കണ്ടെയ്നറിൻ്റെ പാത്രത്തിൻ്റെ വാളിൽ ഭിത്തിയിൽ പോയി ഇടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിച്ച് പാത്രത്തിൻ്റെ ഭിത്തിയുമായിട്ട് കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് കൂട്ടിയിടിച്ച് ഉണ്ടാകുന്ന ആ ഫോഴ്സ്, ആ ബലത്തെയാണ് ഗേഷ്യസ് പ്രഷർ അല്ലെങ്കിൽ വാതക മർദ്ദം എന്ന് വിളിക്കുന്നത്. അടുത്ത പോയിന്റ്, വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ ഇലാസ്തികമാണ്. കൊളീഷൻസ് ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് ആർ എലാസ്റ്റിക് ഇൻ നേച്ചർ. എലാസ്റ്റിക് സ്വഭാവമാണ് അവർക്ക്. ഇനി ഒരിടത്ത് പോയി ഇടിച്ച് തിരിച്ച് വന്ന് അങ്ങനെ ഒരു കൂട്ടിമുട്ടൽ കൊളീഷൻസ് ആണ് അതിനകത്ത് നടക്കുന്നത്. അതായത് കൂട്ടിമുട്ടലുകൾക്ക് മുമ്പും ശേഷവും തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജം തുല്യമായിരിക്കും. ദാറ്റ് മീൻസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി കൊളീഷൻ വിൽ ബി സെയിം. കൂട്ടിമുട്ടൽ കൊളീഡ് ചെയ്യുന്നതിന് മുന്നും അതിനുശേഷവും തന്മാത്രകളുടെ കൈനറ്റിക് എനർജി, അതായത് ഗതികോർജ്ജം എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. നെക്സ്റ്റ് പോയിന്റ്, ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി ഗേഷ്യസ് മോളിക്യൂൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. ആവറേജ് കൈനറ്റിക് എനർജി, ഗേഷ്യസ് മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു വാതകത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം അതിൻ്റെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറും കൂടും, ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് കൈനറ്റിക് എനർജിയും കുറയും. അവർ നേരനുപാതത്തിലായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഇനി വാതകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ, ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് നോക്കാം. ഇത് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ എക്സ്പ്ലെയിൻഡ് ബിലോ. വാതകങ്ങളുടെ ഗ്യാസസിൻ്റെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങളായ വ്യാപ്തം, വോളിയം, മർദ്ദം, പ്രഷർ, താപനില, ടെമ്പറേച്ചർ എന്നിവയെക്കുറിച്ചാണ് ഇവിടെ താഴെ വിശദീകരിക്കുന്നത്. ഒന്നാമതായി വ്യാപ്തം, വോളിയം. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ദി സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് ടേക്കൻ ആസ് ഇസ് വോളിയം. ഒരു പദാർത്ഥത്തിന് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെയാണ്, സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വ്യാപ്തം, വോളിയം എന്ന് വിളിക്കുന്നത്. ഇനി 1 ലിറ്റർ വോളിയം ഉള്ള ഒരു കുപ്പിയിൽ നിറച്ചിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് നമ്മളൊരു 2 ലിറ്റർ വോളിയം ഉള്ള ഒരു ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, മാറ്റിയാൽ അതിൻ്റെ വ്യാപ്തം എന്ത് തന്നെയായിരിക്കും? 1 ലിറ്റർ തന്നെയായിരിക്കും. 1 ലിറ്റർ വ്യാപ്തമുള്ള ലിക്വിഡായിരുന്നു, ദ്രാവകമായിരുന്നു. നമ്മളത് 2 ലിറ്റർ വ്യാപ്തമുള്ള കുപ്പിയിലോട്ട് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, 1 ലിറ്റർ തന്നെയായിരിക്കും. 1 ലിറ്റർ. 1 ലിറ്റർ വ്യാപ്തമുള്ള ഒരു കുപ്പി നിറച്ച ഓക്സിജൻ വാതകം നമ്മൾ 2 ലിറ്റർ കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും? ഇനി ഓക്സിജൻ വാതകം, ഇപ്പോൾ വെള്ളം നമ്മൾ 1 ലിറ്ററിൽ ഉള്ള കുപ്പിയിൽ ഒഴിച്ചു വെച്ചു, 1 ലിറ്റർ തന്നെയായിരിക്കും അതിൻ്റെ വോളിയം എന്ന് പറയുന്ന ലിക്വിഡിൻ്റെ. അത് 2 ലിറ്റർ ഉള്ള കുപ്പിയിലോട്ട് മാറ്റിയാലും അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. ഇനി അതൊരു 10 ലിറ്റർ ഉള്ള കുപ്പിയിലോട്ട് മാറ്റിയാലും ആ വെള്ളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ലിറ്റർ തന്നെയായിരിക്കും. ഇപ്പോൾ 1 ലിറ്റർ വ്യാപ്തമുള്ള കുപ്പിയിൽ എടുത്തിരിക്കുന്ന ലിക്വിഡ് നമ്മൾ 2 ലിറ്റർ വ്യാപ്തമുള്ള വോളിയമുള്ള ഒരു ബോട്ടിലേക്ക് ചേഞ്ച് ചെയ്താലും അതിൻ്റെ വ്യാപ്തം, ലിക്വിഡിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. അതിനൊരു 10 ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു ബോട്ടിലേക്ക് മാറ്റിയാലും
ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ ദ്രാവകത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്ത ആ 1 ലിറ്റർ തന്നെയായിരിക്കും. ഒരു ചേഞ്ച് ഉണ്ടാകും. കാരണം വെള്ളം ഒഴിച്ചാൽ അതിന് എന്താ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ട്. അത് ഇപ്പോൾ കുപ്പിയിലോട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിറഞ്ഞങ്ങ് നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ ഗ്യാസിൻ്റെ കേസിൽ അല്ലെങ്കിൽ വാതകത്തിൻ്റെ കേസിൽ അങ്ങനെയല്ല. വാതകത്തിൻ്റെ കേസിൽ നമ്മൾ 1 ലിറ്റർ കുപ്പിയിലാണ് ഒരു ഗ്യാസ് നിറച്ചിരിക്കുന്നത്. അത് നമ്മൾ 2 ലിറ്റർ കുപ്പിയിലോട്ട് നിറയ്ക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ആ വാതകത്തിൻ്റെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് 2 ലിറ്റർ ആകും. കാരണം ഗ്യാസ് മോളിക്യൂൾസ് ഒരിടത്ത് അടങ്ങിയിരിക്കുകയാണോ? അല്ല, അവരെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 2 ലിറ്റർ കുപ്പിയിലോട്ട് നിറച്ചാൽ ആ കുപ്പി മുഴുവനും അത് നിറയല്ലേ ചെയ്യുന്നത്. ഇനി ഒരു 10 ലിറ്റർ ഉള്ള കുപ്പിയിലോട്ട് അയക്കുന്നെങ്കിൽ ആ ഗ്യാസിൻ്റെ ആ വാതകത്തിൻ്റെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ലിറ്റർ ആയിരിക്കും. മനസ്സിലായോ? ഒരു ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് അത് ഒക്യുപ്പൈ ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. വാതകത്തിൻ്റെ വ്യാപ്തം പ്രസ്താവിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ലെറ്റ് us examine the units used to state the volume of a gas. Generally, the unit used is liter. ലിറ്ററിലാണ് നമ്മൾ സാധാരണയായിട്ട് പ്രസ്താവിക്കുന്നത്. 1 centimeter cube is the volume of a container. 1 centimeter ക്യൂബാണ് ഒരു പാത്രത്തിൻ്റെ വ്യാപ്തമെങ്കിൽ അവരുടെ ലെന്ത് 1 centimeter ആണ്, നീളം 1 centimeter ആണ്, വീതി ബ്രെത്ത് 1 centimeter ആണ്, ഹൈറ്റും 1 centimeter, ഉയരവും 1 centimeter. അതവിടെ കാണിച്ചിട്ടുണ്ട്. ബ്രെത്ത് 1 centimeter, ഹൈറ്റ് 1 centimeter, ലെന്ത് നീളവും 1 centimeter ആണ്. ഇതെന്ന് പറയുന്നത് 1 മില്ലി ലിറ്ററിന് ഈക്വലാണ്. എന്തിന് ഈക്വലാണ്? 1 മില്ലി ലിറ്ററിന് ഈക്വലാണ്. സോ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ml ഈക്വലാണ്. ഇപ്പം നമ്മളിവിടെ പഠിച്ചു 1 സെൻറ്റിമീറ്റർ ക്യൂബ് 1 ml ഈക്വലാണ്. അങ്ങനെയാണ് ഈ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് 1000 ml ഈക്വലാണ്. അതെന്ന് പറയുന്നത് 1000 ml എന്ന് പറയുന്നത് എന്താണ്? 1 ലിറ്റർ ആണ്. എന്താണ്? 1 ലിറ്റർ ആണ്. ഓർത്തിരുന്നോളം. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്ററിന് ഈക്വലാണ്. അതെന്ന് പറയുന്നത് എന്താണ്? 1 ലിറ്റർ ആണ്. ഓക്കെ. വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയാം. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്. എന്താണ്? മീറ്റർ ക്യൂബാണ്. വോളിയത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്. 1 meter cube is the volume of a container having length 1 meter, breadth 1 meter and height 1 meter. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഹൈറ്റും ഉയരവുമുള്ള ഒരു പാത്രത്തിൻ്റെ വ്യാപ്തമാണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. നമുക്ക് 10 ലാക്ക് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതെന്തിന് ഈക്വലാണ്? 10 ലാക്ക് മില്ലി ലിറ്ററിന് ഈക്വലാണ്. നമ്മൾ പഠിച്ചു 1000 ml എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അപ്പോൾ 10 ലാക്ക് ഡിവൈഡ് ബൈ 1000 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1000 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്തിന് ഈക്വലാണ്? 1000 ലിറ്ററിന് ഈക്വലാണ്. അടുത്ത മർദ്ദം, പ്രഷർ. വി ഹാവ് സീൻ ദാറ്റ് ഗേഷ്യസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. വാതക തന്മാത്രകൾ, അതായത് ഗേഷ്യസ് മോളിക്യൂൾസ് വ്യത്യസ്ത ദിശകളിലേക്ക് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നവയാണ് എന്ന് നാം കണ്ടു. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ റാൻഡം മോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവയാണെന്ന് കണ്ടു. ആസ് എ റിസൾട്ട് ദേ കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഡ്യൂ ടു ദിസ് കൊളിഷൻ എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദി സർഫസ്. ഈ ചലനത്തിൻ്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം പാത്രത്തിൻ്റെ ഭിത്തികളിലും കണ്ടെയ്നറിൻ്റെ വാളിലും മോളിക്യൂൾസ് തമ്മിലുമൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ഇതിൻ്റെ ഫലമായിട്ട് സർഫസിൽ ഒരു ബലം, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഗേഷ്യസ് പ്രഷറാണ്, വാതകമർദ്ദമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഗേഷ്യസ് പ്രഷർ ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് വാതക മർദ്ദം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ, ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമ്മൾ വാതകമർദ്ദം അല്ലെങ്കിൽ ഗേഷ്യസ് പ്രഷർ എന്ന് പറയുന്നത്. ദെർഫോർ പ്രഷർ ഈക്വൽ ഫോഴ്സ് ബൈ സർഫസ് ഏരിയ. മർദ്ദം ഈക്വൽ ബലം ബൈ പരപ്പളവ് ഈക്വൽ പി ഈക്വൽ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ബൈ എ സർഫസ് ഏരിയ പരപ്പളവാണ്. ജനറലി പ്രഷർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സാധാരണയായി മർദ്ദം നമ്മൾ പ്രസ്താവിക്കുന്നത് അന്തരീക്ഷ മർദ്ദം ATM-ലാണ്. ATM, സ്മോൾ ATM
അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദം എന്ന യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. യു ഹാവ് ലേൺഡ് അബൌട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ലോവർ ക്ലാസ്സസ്. നമ്മൾ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചൊക്കെ താഴ്ന്ന ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് പാസ്കൽ. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. ഓർത്ത് വെച്ചോ, മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് പാസ്കലാണ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അന്തരീക്ഷ മർദ്ദം ATM, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത്. ഓർ പാസ്കൽ ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് പറയാം പാസ്കലിൽ. അപ്പോൾ ഒരു ATM എന്ന് പറയുന്നത് എന്താണ്? 1.01325 ഇൻറ്റു 10⁵ പാസ്കലാണ്. അപ്പോൾ ഓർത്തോളുക, 1 ATM, 1 അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1.01325 ഇൻറ്റു 10⁵ പാസ്കലാണ്. ഗ്യാസസിൻ്റെയൊക്കെ പ്രഷർ മെഷർ ചെയ്യുന്ന മീറ്ററാണ് മാനോമീറ്റർ. വാതകങ്ങളുടെ മർദ്ദം പ്രഷർ അളക്കുന്ന മീറ്ററാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ആണ് പലതരം മാനോമീറ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി താപനില, ടെമ്പറേച്ചർ. ഇപ്പോൾ വാതകത്തിൻ്റെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു സ്വഭാവമാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് അനദർ മെഷറബിൾ പ്രോപ്പർട്ടി ഓഫ് എ ഗ്യാസ്. ബാക്കി രണ്ട് നമ്മൾ പഠിച്ചു. പ്രഷറും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു വാതകത്തിൻ്റെ ഗ്യാസിൻ്റെ വോളിയവും നമുക്ക് ഒരു വാതകത്തിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ മെഷറബിൾ ആയിട്ടുള്ള അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു സ്വഭാവമാണ്, പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ, താപനില എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദി എനർജി അക്വേർഡ് ബൈ മോളിക്യൂൾസ് ഡ്യൂ ടു ഇറ്റ്സ് മൂവ്മെൻറ്റ്. ചലനം മൂലം തന്മാത്രകൾക്ക് ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? നമ്മൾ പഠിച്ചു ഗ്യാസ് മോളിക്യൂൾസ്, വാതക തന്മാത്രകൾ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന എനർജി, അവയ്ക്കുള്ള എനർജി എന്താണ്? കൈനറ്റിക് എനർജി, ഗതികോർജം. ഏത് എനർജി അവിടെ ഉള്ളത്? ഗതികോർജം, കൈനറ്റിക് എനർജി. വാട്ട് ഹാപ്പൻസ് ടു ദി കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഇഫ് എ ഗ്യാസ് ഈസ് ഹീറ്റഡ്? ചൂടാക്കുമ്പോൾ, നമ്മളൊരു വാതകത്തെ ചൂടാക്കിയാൽ അതിലെ തന്മാത്രകളുടെ ഗതികോർജത്തിന്, കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? വെൻ ഗ്യാസസ് ആർ ഹീറ്റഡ് ദി എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ്. മോളിക്യൂൾസിന്, തന്മാത്രകളുടെ എനർജി എന്ത് ചെയ്യും? കൂടും. ഹെൻസ് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. എന്ത് ചെയ്യുന്നു? കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഒരു വാതകത്തെ ചൂടാക്കിയാൽ അതിലെ തന്മാത്രകളുടെ ഗതികോർജം, കൈനറ്റിക് എനർജി, മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും കൂടും, ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസ്, അവിടെ താപനിലയും വർദ്ധിക്കുന്നു. നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ, K. എന്താണ്? കെൽവിൻ, K ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്തായിരുന്നു? പാസ്കൽ, PA ആയിരുന്നു. അപ്പോൾ താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ, K ആണ്. ഇനി നമുക്കൊരു ഡിഗ്രി സെൽഷ്യസ് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ, താപനിലയെങ്കിൽ അത് കെൽവിൻ സ്കെയിലോട്ട്, കെൽവിനിലേക്ക് മാറ്റുവാൻ നമ്മൾ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ 273 എന്ന് പറയുന്ന ഒരു നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കെൽവിനിലേക്ക് ആ ടെമ്പറേച്ചറിനെ മാറ്റാം. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ, താപനിലയെ കെൽവിനിലേക്ക് മാറ്റാൻ +273, എന്താണ്? കൂട്ടുക, +273. അപ്പോൾ നമുക്ക് കെൽവിനിലേക്ക് മാറ്റാം. നമുക്ക് കൂടുതൽ ഈ കെൽവിൻ സ്കെയിലിലേക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പിന്നീടുള്ള ഭാഗത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ നോക്കുന്ന ഈ ചാപ്റ്ററിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ് ആയിട്ട് വരാം. ബോയ്സ് ലോ, അവഗാഡോസ് ലോ, ചാൾസ് ലോ ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.